എൻ്റെ സഹോദരനെ ശ്രദ്ധിക്കണം. അതായത് ഈ പിതാവിൻ്റെ കാര്യത്തിൽ നിന്ന് യേശുവിനെ പിന്തിരിപ്പിക്കാനാണ് ആദ്യത്തെ ശ്രമം. ഇപ്പോൾ 12ാമത്തെ വയസ്സിൽ പിതാവിൻ്റെ കാര്യം വെളിപ്പെട്ടെങ്കിലും ആദ്യത്തെ ശ്രമം എന്താ? നമ്മളെ മരുഭൂമിയിലെ പരീക്ഷ വരുമ്പോഴെന്താണ്? ഈ പിതാവിൻ്റെ കാര്യത്തിൽ നിന്ന് ഈശോനെ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കണം. അതിനാണ് സാത്താൻ വളരെ ശാസ്ത്രീയമായിട്ടാണ്, വളരെ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചാണ്, വളരെ മാനുഷികമായ ഒരു ഇടപെടലാണ്. ഏറ്റവും കൂടുതൽ സിമ്പതിയോടുകൂടിയാണ്, ദൈവത്തെക്കാൾ സിമ്പതിയോടുകൂടി സാത്താൻ പ്രത്യക്ഷപ്പെടുന്ന സ്ഥലമാണ് മരുഭൂമി എന്ന് പറയുന്നത്. നമ്മുടെ ഈ മരുഭൂമികൾക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നം അതാണ്. ദൈവത്തെക്കാൾ സിമ്പതി സാത്താന് തോന്നുന്ന ഒരു സ്ഥലമാണ്. രോഗം വരട്ടെ, അല്ലെങ്കിൽ കടങ്ങൾ പെരുകട്ടെ, അല്ലെങ്കിൽ ഉറ്റവര് മരിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ മരുഭൂമി ഉണ്ടാകട്ടെ, അപ്പോഴേ ദൈവത്തെക്കാൾ സിമ്പിളായിട്ട് നമുക്ക് ദൈവത്തെക്കാൾ കമ്പാഷനേറ്റായിട്ട് അനുകമ്പയുള്ള ആളായിട്ട് സാത്താനെ നമുക്ക് ഫീൽ ചെയ്യാം. പിതാവിൻ്റെ കാര്യത്തിന് ബദൽ സുവിശേഷം ആന്റി ഗോസ്പലിംഗ് തുടങ്ങുന്ന അവിടെ വെച്ചാണ്. ഇത് കണ്ടിന്യൂ ചെയ്യുകയാണ് ലോകം മുഴുവൻ. നമ്മൾ വളരെ വിജിലൻ്റായിട്ട് നിന്നില്ലെങ്കിൽ ഈ പിതാവിന് ഇതുപോലെ ഉണ്ടാകുന്ന സമയം നമുക്ക് അറിയാൻ പറ്റാതെ വരും. ഈശോയോട് സാത്താൻ ചോദിക്കുന്ന ചോദ്യമില്ലേ, നീ എന്തിനാണ് ഇങ്ങനെ പട്ടിണി കിടന്ന് ചാകണത്? വല്ല കാര്യമുണ്ടോ? ഏത് പീഡാനുഭവം കുറിച്ചും കൊണ്ട് ഉയർത്തുന്നേപ്പാണെന്ന് പറഞ്ഞാൽ ആളുണ്ടായിട്ട് വേണ്ടേ ഇതൊക്കെ നടത്താൻ? വല്ല ഭക്ഷണം കഴിക്കുമെന്ന് പറയും. എന്നിട്ട് പറയും നിനക്ക് കഴിവുണ്ടല്ലോ എന്ന് പറയും. നിന്റെ പിതാവ് നിനക്ക് കഴിവ് തന്നിട്ടുണ്ടല്ലോ, കല്ലുകൾ അപ്പമാകാൻ കൽപ്പിക്കാൻ പറയും. അപ്പോഴേ മാനുഷിക കാര്യങ്ങളിലേക്ക് ഈശോ 40 ദിവസം ഉപവസിച്ചത് പിതാവിൻ്റെ കാര്യങ്ങൾ, ദൈവിക കാര്യങ്ങളായിരുന്നു. ഈ ദൈവിക കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും തന്ത്രം പറഞ്ഞ് വ്യാഖ്യാനിച്ച് മാനുഷികമായ കാര്യങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുമ്പോൾ ഓർക്കുക, ആള് മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട ആള് സഭക്കുള്ളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാകും. അപ്പൊ ദൈവികമായ കാര്യങ്ങളിൽ ഈശോ 40 രാവും 40 പകലും ഉപവസിക്കുക. എന്നിട്ട് ഈ ദൈവികമായ കാര്യങ്ങളിൽ നിന്ന് പിതാവിൻ്റെ കാര്യങ്ങളിൽ നിന്ന് കർത്താവിനെ മാറ്റിയിട്ട് മാനുഷികമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരും. തന്ത്രപൂർവ്വമായിട്ട് ഇതിൽ പറഞ്ഞ സാത്താൻ എന്താ പറയണത്? എന്തിനാ നിങ്ങളുടെ വിശന്ന് എല്ലും തോലുമായിട്ട് നിൽക്കണത്? കല്ലുകളോട് അപ്പമാകാൻ പറയൂ എന്ന് പറയുന്നത് എന്താണ്? ദൈവിക കാര്യങ്ങൾ മാറ്റിപ്പിടിക്കൂ, മാനുഷിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കൂ. സഭയ്ക്ക് എന്നും ഉണ്ടായിട്ടുള്ള പ്രലോഭനമാണിത്. അതായത് ദൈവിക കാര്യങ്ങളിൽ നിന്ന് തന്ത്രപൂർവ്വം മാനുഷികമായ ആത്മാക്കളുടെ വീണ്ടെടുപ്പ് എന്നുള്ള ആ മഹാരക്ഷ. ഇപ്പൊ തന്നെ നമ്മളുടെ ടിവിയിലൊക്കെ ചില അച്ഛന്മാരൊക്കെ സംസാരിക്കുന്നുണ്ടല്ലേ, അച്ഛന്മാരുടെ പേരൊന്നും ഞാൻ പറയണില്ല, എന്നാലും ഇവരുടെ വായിൽ നിന്ന് വന്നുള്ള ചില വാക്കുകൾ ഞാൻ പിടിച്ചെടുക്കുന്നുണ്ട്. അവരെന്നാ പറയാന്നറിയാവോ? ജീസസ് ക്രിസ്തു ഒരു മൂല്യസംഹിതയായിട്ടാണ് ഞാൻ അവതരിപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിലെ ഞാൻ ഷാലോൺ ടിവിയുടെ ഒരു അച്ഛൻ സ്ഥിരം അതിൻ്റെ പന്തിയുള്ളതാണ്, അങ്ങനെ സംസാരിച്ച ക്രിസ്തുവിന് ഒരു മൂല്യമായിട്ടാണ് ഞാൻ അവതരിപ്പിക്കണതെന്ന്. ഇത്ര തന്ത്രപരമായിട്ടാണ് സാത്താൻ കളിക്കണമെന്ന് അറിയാൻ പറ്റും. അതായത് ഇവിടെ ഈ പറഞ്ഞു വെക്കണത് എന്താണ്? ഇവിടെ വാല്യൂ സിസ്റ്റം മോശമായിരുന്നു. അത് കാരണം വാല്യൂ സിസ്റ്റം, മൂല്യ വ്യവസ്ഥിതിയെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് മനുഷ്യാവതാരം സംഭവിച്ചതെന്നാണ് പറയണത്. ഇതെവിടെ തന്നെ അവസാനിച്ചതെന്നറിയാവോ? അതായത് we are not promoting a value system. നമ്മുടെ വിഷയം വന്നിരിക്കുന്ന ഏറ്റവും വലിയ അബദ്ധമാണ്. എന്ത് സംഭവിച്ചിരിക്കുന്നത്?
ക്രിസ്തു ഒരു വാല്യൂ സിസ്റ്റമായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടും. ഞാൻ ചോദിക്കട്ടെ, ക്രിസ്തുവിന് മുമ്പ് ഇവിടെ നല്ല വാല്യൂ സിസ്റ്റം ഇല്ലായിരുന്ന? സത്യത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ച ആദ്യ ആളാരം സോക്രട്ടീസ. അത് എത്രയോ വർഷം മുമ്പാ. ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ രാജാവ്, ഒരു ഭാരതീയ രാജാവ് സ്വന്തം തൊടേന്ന് പ്രാവിനെ രക്ഷിക്കുന്ന കാരുണ്യമില്ലേ? അതൊരു വാല്യൂ സിസ്റ്റമാണ്. ബൈബിൾ പോലെ ഞെട്ടണം വാല്യൂ സിസ്റ്റം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പുതിയൊരു വാല്യൂ സിസ്റ്റം ഉണ്ടാകാൻ വേണ്ടിയല്ല ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തത്. ഈ വാല്യൂ സിസ്റ്റം ഇനി പരസ്നേഹം, കരുണ, അല്ല ദൈവസ്നേഹം, അല്ല മനുഷ്യന് അങ്ങോട്ട് പങ്കുവെപ്പ്, ഇങ്ങനെയുള്ള കുറച്ച് വാല്യൂ സിസ്റ്റം പ്രൊമോട്ട് ചെയ്താൽ മതി എന്ന് പറയണത് ആരാണ്? നീ വിശക്കണില്ലേ? നിനക്ക് വിശക്കത്തില്ലേ? കല്ലുകളോട് അപ്പമാകാൻ പറയുന്ന മാനുഷിക കാര്യങ്ങളാണ്. നമ്മൾ ആരെ പ്രൊക്ലെയിം ചെയ്യണത്? വാല്യൂ അല്ല, നമ്മൾ പ്രൊക്ലെയിം ചെയ്യണത് ഒരു പേരാ, ഒരു നാമം, സിംഗിൾ നെയിം. എന്തിനാണ്? For the salvation of the mankind, we proclaim the single name. The single name is given, the name of Jesus Christ. അല്ലേ? വാല്യൂ സിസ്റ്റമാണ്. അപ്പൊ തന്ത്രപരമായിട്ട് സഭയെ അട്ടിമറിക്കാൻ വേണ്ടി സഭയുടെ ആൾക്കാരെ തന്നെ സാത്താൻ ക്ലിയർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ എന്താണ്? ഭയങ്കരമായ പരിസ്ഥിതിവാദം കത്തുക സഭയില്. തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ആദ്യ കാഴ്ചയാണെന്നേ ഉള്ളൂ കുഴപ്പം. ആദ്യ കാഴ്ച ഒരു അന്ധന്റെ കണ്ണില് കർത്താവ് ചേറ് പൂശില്ലേ? എനിക്ക് ആ സുവിശേഷം വായിക്കുമ്പോ തോന്നും ചേറല്ല, ചാണാൻ പൂശണ്ടായിരുന്നു. എന്താ കാര്യം അറിയോ? ഇവന് കണ്ണ് കാഴ്ച കൊടുത്തപ്പോഴേ ഇവനുടനെ പറഞ്ഞു, എന്താണ് നീ കാണുന്നത് ചോദിച്ചു. 8:24. അപ്പൊ ഈ അന്ധം പറയണേ, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്, ബട്ട് എന്താണ് ബട്ട്? അവര് മരങ്ങളെ പോലെ ഇരിക്കണേ. അതാണ് മാർക്കോസ് 8:24. മനുഷ്യരെ പോലും മരങ്ങളായിട്ട് കാണുന്ന ഒരു കാലമില്ലേ? അതാണല്ലോ ഇപ്പൊ സംഭവിക്കുന്നത്. മനുഷ്യരെ ഞാൻ കാണുന്നുണ്ട്, പക്ഷെ എന്ത് പറ്റി? മരങ്ങളെ പോലെ ഇരിക്കണോ? ഇപ്പൊ മനുഷ്യരെ പോലും മരങ്ങളായിട്ട് കാണുന്ന ഒരു കാഴ്ചയില്ലേ? അത് പറയുമ്പോ നമ്മളൊരു മനുഷ്യനെ പോലെ, അപ്പൊ മനുഷ്യനേക്കാൾ പ്രാധാന്യം മരങ്ങൾക്കായി. മനുഷ്യരെ കാണുന്ന വാക്കിൽ നമ്മൾ കാണുന്നത് എന്താണ്? മരങ്ങള്. ഇപ്പൊ കർത്താവ് യവനെ പിടിച്ച് രണ്ടാമത് ഒന്ന് പൂശി വിട്ട്, എന്നിട്ടൊരു വാക്ക് പറഞ്ഞു കർത്താവ് 25:8-25 സൂക്ഷിച്ച് നോക്കടാന്ന് പറഞ്ഞു. അപ്പൊ നേരത്തെ നോക്കാനാണ് പറഞ്ഞത്. ആ ചേര പൂശിട്ട് പറഞ്ഞ് നോക്കാൻ പറഞ്ഞു. ഇപ്പൊ 2 പരിപാടിയാണ് നടക്കേണ്ടത്, മിഷന് വരേണ്ടത്. ആദ്യം നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയപ്പോൾ അവൻ മനുഷ്യരെ കണ്ട്, പക്ഷെ മരങ്ങളെ പോലെ ഇരിക്കണ്. അപ്പൊ കർത്താവ് രണ്ടാമത് കൈതൊട്ട് ഇത് പറഞ്ഞ് സൂക്ഷിച്ചു നോക്കാൻ പറഞ്ഞ്. അപ്പോഴവൻ സൂക്ഷിച്ചു. അപ്പൊ 2 നോട്ടമാ. സഭ ഇപ്പൊ ആദ്യ നോട്ടത്തിലാണ്. എല്ലാം മരങ്ങള്, എല്ലാം പരിസ്ഥിതി ഇല്ലാതെ കൊണ്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഭൂമി നിലനിൽക്കും? ഭൂമി നിലനിന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ മനുഷ്യരാശി നിലനിൽക്കും? ആദ്യ നോട്ടമാ. ഇനി കർത്താവ് രണ്ടാമത് തൊടുകയാണെങ്കിൽ അപ്പൊ വിവരം അറിയും. അപ്പൊ പറയാം, ഓ ഇപ്പൊ ശരിയായി. ഇപ്പൊ എന്താ? ഇപ്പൊ ഞാൻ മനുഷ്യനായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പൊ ഈശോ പറയും, ഇനിയും കുറച്ചുകൂടി വരികാറുണ്ട്, തൽക്കാലം പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറയും. തൽക്കാലം അഭ്യാസം കൊണ്ട് പുറത്തോട്ട് ഇറങ്ങണ്ട. ആ വചനം കൊണ്ട് നമ്മൾ വായിച്ചാലേക്ക് വരുമ്പോൾ 8:20 പറയും, നീ വീട്ടിൽ പോയി ഇരുന്നാൽ മതി എന്ന് പറയും. വില്ലേജിലേക്ക്, ഗ്രാമങ്ങളിലെ ജനക്കൂട്ടത്തിലോട്ട് ഇറങ്ങണ്ടെന്ന് പറയും. പക്ഷെ നീ ദെക്കാപ്പോസിൽ പോയി കർത്താവ് നിനക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പറയാൻ പറയുന്ന ഭാഗങ്ങളുണ്ട്. അത്ഭുതം അടയാളം കഴിഞ്ഞു കഴിഞ്ഞാൽ, കാഴ്ച പ്രാപിച്ചു കഴിഞ്ഞാൽ ജനക്കൂട്ടത്തിലേക്കാണ് പോകേണ്ടത്. ഇവരോട് പറയാൻ പോകണ്ട, ഇവനോടെ മിഷണറി. നീ ഇപ്പൊ കാഴ്ച കണ്ടത് ശരിയാണ്, പക്ഷെ ഈ കാഴ്ചയല്ല കാണേണ്ടത്. മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ
ഉടനെ തോന്നണം യേശു ക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാണെന്ന് തോന്നണ വരെ ഈ കാഴ്ച തുടർന്നുകൊണ്ടിരിക്കണം. അപ്പോഴാണ് മനുഷ്യൻ വരുന്നത്. ഒരു മനുഷ്യനെ കണ്ടാൽ മരങ്ങളാണെന്ന് തോന്നുന്നു, അത് കാഴ്ചയിൽ രണ്ടാമത്തെ കാഴ്ചയിൽ മനുഷ്യനാണെന്ന് തോന്നുന്നു. പക്ഷേ എന്താണ് കാഴ്ച? മൂന്നാമത്തെ കാഴ്ച, ഒരു മനുഷ്യനെ കണ്ടാൽ തോന്നണം അവൻ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെടേണ്ടതാണ്, അവന് വേണ്ടി കൂടിയാണ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതെന്ന് തോന്നിയാൽ മിഷണറി. അപ്പൊ മാത്രമേ ഇതിന് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു കാലത്തോട് കർത്താവ് നീ വീട്ടിൽ പോയാൽ മതി, ആൾക്കാരുടെ കൂടെ നല്ല ഇടപെടലൊന്നും വേണ്ട, വീട്ടിൽ പോയിരിക്കുക എന്ന് പറയും. നമ്മൾ ലോക്ക്ഡൗൺ ആയിട്ട് പോയിരിക്കാൻ പറയും. ആ സുവിശേഷം അവസരം അങ്ങനെയാണ്. 8:27 എൻ്റെ മക്കളെ, മിഷനെ കുറിച്ച് ഒരു വ്യക്തിയെ കണ്ടാൽ അവൻ യേശു ക്രിസ്തുവിനെ അറിയണം, അറിഞ്ഞവൻ ആഴപ്പെടണം എന്നൊരു ബോധ്യം നിനക്ക് ഉണ്ടായ വി ഹാവ് നോ പ്രോബ്ലം. എന്താണ്? പിതാവിന്റെ കാര്യം നമ്മൾ ഏറ്റെടുത്താൽ പിന്നെ എന്ത് പറ്റും? ഞാൻ എന്നും പറഞ്ഞിട്ടുള്ള സുവിശേഷമാണ്, നമ്മൾ ദൈവത്തിന്റെ കാര്യത്തില് വേവൃതനാണെങ്കിൽ നമ്മുടെ കാര്യത്തില് ദൈവം വേവൃതനാകും. ഇപ്പൊ എപ്പോഴും നമ്മുടെ ഒരു പ്രാർത്ഥനയുടെയൊക്കെ ഒരു മിനിമം ഉദ്ദേശം എന്താ? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇടപെടുത്തണമല്ലേ. അതിന്റെ സിമ്പിൾ പ്രയോഗം എന്താ? ദൈവത്തിന്റെ കാര്യത്തില് നമ്മൾ ഇടപെടുക. എന്നും ഉള്ളൊരു പ്രശ്നം അതാണ്. ഈശോ ഈ പീഡാനുഭവ പ്രവചനം, മിഷൻ ഉൾക്കൊള്ളുന്ന പീഡാനുഭവ പ്രവചനമില്ലേ, നമ്മൾ 16:21 വായിച്ചത്, അത് 21-24 പറയുമ്പോഴേ, അതായത് ഈശോ പീഡാനുഭവത്തെ കുറിച്ച് പറയുമ്പോൾ, മിഷനെ കുറിച്ച് പറയുമ്പോഴേ, മനുഷ്യപുത്രൻ ശത്രുക്കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ പീഡിപ്പിക്കും, വധിക്കും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നൊക്കെ പറയുമ്പോഴേ പത്രോസ് ബ്ലോക്ക് ചെയ്യുന്നത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയും. അപ്പൊ മിഷനെ ബ്ലോക്ക് ചെയ്യുകയാണ്. മിഷനെ ബ്ലോക്ക് ചെയ്യാൻ ആദ്യത്തെ മാപ്പാപ്പയെ തന്നെ പിശാച് തന്ത്രപൂർവ്വം അനുഭവിച്ചിരിക്കുന്ന ഒരു രംഗമാണ്. അപ്പോഴ് കർത്താവ് പറയും, നീ പിന്നെ വന്നല്ലേ എന്നെ ദൈവിക കാര്യങ്ങളും മാനുഷിക കാര്യങ്ങളും അട്ടിമറിക്കാൻ വേണ്ടി. പണ്ട് മരുഭൂമി വെച്ച് പറഞ്ഞാണ്, ദൈവിക കാര്യങ്ങൾ അട്ടിമറിച്ചുകൊണ്ടാണ് മാനുഷിക കാര്യം പറഞ്ഞു കൊടുത്തത്. അപ്പമാകാൻ പറയും, വിശക്കണ എന്തിനാ, മര്യാദ ഭക്ഷണം ജീവിക്കാൻ പറയും. അതാണ് മാനുഷിക കാര്യം. അവൻ പിന്നെയും വരും. അവൻ പിന്നെയും വന്നത് കണ്ട് കർത്താവിന് മനസ്സിലായി പത്രോസിലൂടെ പാഷൻ മിഷൻ അട്ടിമറിക്കുകയാണ്. അപ്പൊ കർത്താവ് ചോദിച്ചു, നീ പിന്നെയും വന്നല്ലേ, നീ മാനുഷിക കാര്യങ്ങളാണ് അന്വേഷിക്കണത്, ദൈവിക കാര്യങ്ങളല്ല എന്ന് പറയും. കണ്ട, സെയിം തിങ് ഇസ് റിപ്പീറ്റിംഗ്. ഇപ്പൊ നമ്മൾ പറയുന്ന പിതാവിന്റെ കാര്യങ്ങളാണ് ദൈവിക കാര്യങ്ങള്. സുവിശേഷം 2 കാര്യങ്ങളാണ് നിൽക്കുന്നത്. ഒന്ന് മാനുഷിക കാര്യങ്ങളും ഒന്ന് ദൈവിക കാര്യങ്ങളും. ഇപ്പൊ ഈ മിഷനെ അട്ടിമറിക്കാൻ സാധ്യതയുള്ളതും ആത്മരക്ഷ അപകടപ്പെടുത്താൻ സാധ്യതയുള്ളത് എന്താണ്? ഈ ദൈവിക കാര്യങ്ങളെക്കാൾ റീസണബിൾ ആയിട്ട് മാനുഷിക കാര്യങ്ങൾ മധുരതരമായിട്ട് അവതരിപ്പിക്കും. അതാരായിരിക്കും അവതരിപ്പിക്കുന്നത്? സാത്താനായിരിക്കും. സാത്താൻ ഗോ ബാക്ക് എന്ന് ഈശോ പറയും, നീ എന്റെ പുറകിൽ പോകാൻ പറയും, മുമ്പിൽ മാറാന്ന് പറയും. സഭയിൽ പല കാര്യങ്ങളോടും പ്രസ്ഥാനങ്ങളോടും ചിന്താഗതികളോടും എന്റെ മുമ്പിൽ മാറാൻ പറയാനുള്ള ദാർഢ്യം നഷ്ടപ്പെട്ട പോലെ തോന്നിപ്പോകുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ മഹത്വം, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് മോളി മാത്യു. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്നും വരുന്നു. 2023 ജനുവരി 7-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. ആ ഉടമ്പടിയിൽ 3 മാസം തോറും ഇവിടെ വന്ന് ഞാൻ പുതുക്കിക്കൊണ്ടിരുന്നു. അതിനിടയിൽ എൻ്റെ ആങ്ങളയുടെ മോൾക്ക് 2ാമത്തെ ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞുണ്ടായി 20 ആഴ്ചയായപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, ആ കൊച്ചിന് ഹൃദയ സംബന്ധമായ രോഗമാണ്, അതിനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് അതിനെ എത്രയും പെട്ടെന്ന് അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ വിവരം ഞങ്ങളോടും പറഞ്ഞു. എൻ്റെ ഒരു സിസ്റ്ററുണ്ട്, ചേച്ചിയോട് പറഞ്ഞു, ഞങ്ങളെല്ലാവരും അറിഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, മോളെ അതൊരു കാരണവശാലും സമ്മതിക്കരുത്,
കാരണം ജീവൻ തരുന്നതും ജീവൻ എടുക്കാനും അവകാശമുള്ളത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇവർ ഫാമിലിയായിട്ട് ന്യൂസിലാൻഡിലാണ്, നേഴ്സായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അവൾ പറഞ്ഞു, ആൻറ്റി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിനക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളാം, അതിനുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കൊടുത്ത് ആ കാര്യങ്ങളിൽ ഉടമ്പടി ധ്യാനത്തിലും എല്ലാത്തിലും പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥന അയച്ചു കൊടുത്തു. ഉടമ്പടി ധ്യാനത്തിലും ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലാം ചൊല്ലി അവളും അവളുടെ ഹസ്ബൻഡും കൂടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ അവസരത്തിൽ 20 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ കുഞ്ഞിന് കുറവുണ്ട് എന്ന് പറഞ്ഞ് അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയി. പക്ഷേ ഈ കഴിഞ്ഞ ജനുവരി 9 അമ്മ മാതാവ് നല്ലൊരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഇപ്പോൾ കുഞ്ഞിന് 7 മാസം പ്രായമുണ്ട്. അതിനിടയിൽ ഇവർക്കാകെ വിഷമമായി. കുഞ്ഞുണ്ടാകുമ്പോൾ ഡോക്ടർ പറഞ്ഞു, കൊച്ചിനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളത് അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. എന്താണേലും ഇവർ വിശ്വാസപ്രമാണം ചൊല്ലി അമ്മയിൽ വിശ്വസിച്ചത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ ഇവർക്കാകെ ഒരു ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് സൗമ്യ. ഞാൻ ന്യൂസിലാൻഡിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. എൻ്റെ രണ്ടാമത്തെ മോന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഇവന് 8 to 9 വീക്കോളപ്പോഴാണ് ഫസ്റ്റ് സ്കാൻ ചെയ്തത്. അപ്പോൾ ഇവൻ്റെ ഹാർട്ട് ബീറ്റ് ഭയങ്കര കൂടുതലായിരുന്നു. അത് പക്ഷേ ഞങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഇവൻ ഭയങ്കര നന്നായിട്ട് ആക്റ്റീവായിട്ട് അനങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതുകൊണ്ടാണ് ഇവൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ റേഡിയോളജിസ്റ്റ് ഞങ്ങളോട് പറഞ്ഞു, ഇവർ ഫർദറായിട്ട് അത് സെൻഡ് ചെയ്യും, അവർ റിവ്യൂ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ അവർ പിന്നീട് കോൺടാക്റ്റ് ഒന്നും ചെയ്തില്ല. പിന്നെ ഇവൻ്റെ നെക്സ്റ്റ് സ്കാൻ 12 to 14 വീക്കിലായിരുന്നു. അന്ന് നക്കൽ റിജിഡിറ്റി സ്കാൻ ആയിരുന്നു. അന്ന് അവൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ നോർമലായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഹാർട്ട് ബീറ്റ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ നോർമലായിട്ടുണ്ട്, അറൗണ്ട് 140 to 150 ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അതിനെ വിട്ടു. പിന്നെ ഞങ്ങൾ 20 വീക്ക് കഴിഞ്ഞ് അനോമലി സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം ജെൻഡർ റിവീലായിരുന്നു. കാരണം അവിടെയൊക്കെ ജെൻഡർ റിവീൽ ഭയങ്കര വലിയ പാർട്ടിയായിട്ടാണ് നടത്തുന്നത്. അപ്പം ഒരു ജെൻഡർ റിവീലിന് വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ മെയിനായിട്ട് പോകുന്നത്. ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഇവന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുമെന്ന്. അങ്ങനെ ഞങ്ങളവിടെ ചെന്നപ്പം ഇവർ റേഡിയോളജിസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഇങ്ങനെ പറയുന്നത് കേട്ടു. പിന്നെ ഇവർ വൈകിട്ടായപ്പോഴത്തേക്കും റിപ്പോർട്ട് അയച്ചു. അതിനകത്ത് ഡബിൾ ഔട്ട്ലെറ്റ് റൈറ്റ് വെൻട്രിക്കിൾ വിത്ത് ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ് എന്നായിരുന്നു ഡയഗ്നോസിസ് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളോട് ഫർദറായിട്ടുള്ള സ്കാനിങ്ങിന് വേണ്ടിയിട്ട് വലിയ സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി ഞങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ലൈക്ക് മേ ബി ഒരു 1 month കഴിഞ്ഞിട്ടായിരിക്കും അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് അവിടുത്തെ HOD ഒക്കെ സംസാരിച്ച് ഞങ്ങൾക്ക് നെക്സ്റ്റ് വീക്കിൽ തന്നെ ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് കിട്ടി. പക്ഷേ അപ്പോൾ അവരൊന്നുകൂടെ സ്കാൻ ചെയ്ത് കൺഫർമേഷൻ പറഞ്ഞു DORV type 3 ആണ് ഇവൻ്റെ കണ്ടീഷൻ. അപ്പം ഒരു ഓപ്പറേഷൻ വേണ്ടി വരും ജനിച്ച ഉടനെ തന്നെ. പിന്നെ ഒരു 3 തവണയൊക്കെ ഓപ്പറേഷൻ ചെയ്തെങ്കിലേ ഉള്ളൂ. ശരിയാവത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒത്തിരി പേർക്ക് റിപ്പോർട്ട് അയച്ചു കൊടുത്തു, നാട്ടിലെ ഡോക്ടേഴ്സിനൊക്കെ. അവർ പറഞ്ഞു കണ്ടിന്യൂ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, നിങ്ങളെപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റേ ചെയ്യേണ്ടി വരും, നിങ്ങൾ ചെറുപ്പമാണ്. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഓൾമോസ്റ്റ് ഓൾ ദ ഡോക്ടേഴ്സ് അങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞത്. അതിനുശേഷം ഞങ്ങളോട് പറഞ്ഞു വേണം നിങ്ങൾ അമ്യൂസിൻറ്റിസിസ് ചെയ്തു, കാരണം ഇവന് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഹാർട്ട് ഡിസീസ് ഈ ബുദ്ധിമാന്ദ്യമൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്കാണ് വരാറ്. അപ്പം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അമ്യൂസിൻറ്റിസിസ് ചെയ്തോ, ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു 1% 90% കുഞ്ഞ് അബോട്ട് ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ ഞങ്ങൾ ഹാപ്പിയാണ്, ഈവൻ അവന് ബുദ്ധിപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ ഹാപ്പിയാണ്, ആക്സെപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു.
അപ്പോൾ എൻ്റെ മിഡ് വൈഫൊക്കെ പറഞ്ഞു, നിങ്ങളുടെ മൂത്ത കുട്ടിയെ പോലെ ആയിരിക്കില്ല അവൻ കാണാൻ, വളരെ ഡിഫറെൻ്റ് ആയിരിക്കും, ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടായിരിക്കും, അവനെ സ്പെഷ്യലായിട്ടുള്ള സ്കൂളിൽ വിടേണ്ടതായിട്ട് വരും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡിസിഷനാണ്, നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ഇവിടുത്തെ സാക്ഷ്യം കേൾക്കുന്ന ഒരാളായിരുന്നു. അപ്പം അതിൽ നിന്നാണ് എനിക്കൊരു ഉറച്ച ബോധ്യം ഉണ്ടായത്, ഈ അബോർഷൻ ചെയ്യുന്നത് ഒരു തെറ്റാണെന്നുള്ള കാര്യം. പിന്നെ എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല, അപ്പം എനിക്ക് ആരോടും ചോദിക്കാനും പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആൻറ്റി എന്നെ വിളിക്കുന്നത്. അപ്പം പൊതുവെ എന്നോട് ഒരുപാട് ആൾക്കാർ സാരമില്ല പോട്ടെ എന്നൊക്കെ പറയുമ്പം എനിക്ക് പ്രത്യേകിച്ചൊരു സമാധാനമൊന്നും കിട്ടത്തില്ല അതിൽ നിന്ന്. ഞാൻ വിശുദ്ധ കുർബാനയിൽ പോയി നിന്ന് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാത്രമാണ് ഒരു ആശ്വാസം കിട്ടുന്നത്. പിന്നെ ആൻറ്റി എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു. പിന്നെ ഒരു 24th വീക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വയറിൽ ഭയങ്കരമായിട്ടും വേദന ആയി തുടങ്ങി. ഞാനത് അവിടെ കൺസൾട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, വേദനയ്ക്ക് ജസ്റ്റ് പാരസിറ്റമോൾ കഴിക്ക്, വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഒരു തരത്തിൽ വേദന കുറയുന്നില്ല. രാത്രിയാകുമ്പോൾ എനിക്ക് കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ എൻ്റെ മമ്മി വന്നപ്പോഴത്തേക്കും ആൻറ്റി ഉടമ്പടി തൈലം കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അത് വിശ്വാസപ്രമാണമൊക്കെ ചൊല്ലി വയറിൽ അപ്ലൈ ചെയ്തൊരു 4 ദിവസം കഴിയുമ്പോഴത്തേക്കും എൻ്റെ വേദന മാറി വയറിലെ. പിന്നെ ഒരു 3rd sem വീക്കൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീണ്ടും റിപ്പീറ്റ് സ്കാനിങ് ഉണ്ടായിരുന്നു. അതായത് എനിക്ക് എലക്റ്റീവ് CS ആയിരുന്നു. അതിന് മുന്നേ ആയിട്ട് അവരൊന്നുകൂടെ സ്കാൻ ചെയ്തു. അപ്പോഴത്തേക്കും അവർ പറഞ്ഞു ജസ്റ്റ് TGA മാത്രമേ ഉള്ളൂ, അതായത് ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ് മാത്രമേ ഉള്ളൂ കുഞ്ഞിനിപ്പോൾ. അപ്പോൾ ഒരു സർജറി മതി, അതുകൊണ്ട് അവൻ റിക്കവർ ആവും, അവൻ ഓക്കെ ആവുമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ അവർ നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് കുഞ്ഞിൻ്റെ ഗ്രോത്തൊക്കെ ഓക്കെ ആവുമോ എന്ന് അറിയത്തില്ല, അവൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഗ്രോത്തിന് പ്രശ്നം വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ ഗ്രോത്ത് എല്ലാം കറക്റ്റായിട്ട് നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. ജനിച്ചപ്പോൾ അവന് 2.9 kg വെയിറ്റ് ഉണ്ടായിരുന്നു. ജനിച്ച് 2 ദിവസം കഴിഞ്ഞ് അപ്പോൾ തന്നെ എന്നോട് CS ഞാൻ കയറ്റിയപ്പം എൻ്റെ അടുത്തൊരു പീഡിയാട്രിഷ്യൻ വന്നിട്ട് ചോദിച്ചു, എന്തെങ്കിലും കൺസേൺ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഓൾറെഡി തൈലമൊക്കെ ആയിട്ടാണ് പോയത്, ഓപ്പറേഷൻ തിയേറ്ററിൽ പോയത്. തൈലം എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഇവിടുത്തെ കാശുരൂപം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഡോക്ടറോട് പറഞ്ഞു ഒന്ന് അപ്ലൈ ചെയ്യുമോ കൊച്ചിൻ്റെ തലയിൽ, പിന്നെ കാലയിൽ ആ കാശുരൂപം അവൻ്റെ അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവൻ്റെ സർജറിക്ക് മുന്നേ ആയിട്ട് ഇവൻ്റെ ഓക്സിജൻ സാച്ചുറേഷൻ ഭയങ്കര കുറവായി. അപ്പം ഇവർ പറഞ്ഞു നമുക്ക് ഹാർട്ടിലൊരു നോർമലായിട്ടുള്ളൊരു ഹോളുണ്ട്, അത് നമുക്ക് വലുതാക്കണം, എന്നാൽ മാത്രമേ ഉള്ളൂ സർജറി ചെയ്യുന്നിടം വരെ ഇവൻ്റെ ഓക്സിജൻ സാച്ചുറേഷൻ നോർമലായിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവരത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ റെസ്പിറേറ്ററി അറസ്റ്റിൽ പോയി. പിന്നെ അതിൽ നിന്നൊക്കെ റിക്കവറായി വന്നു. പിന്നെ ഓപ്പറേഷൻ്റെ സമയത്താണെങ്കിലും യാതൊരു കോംപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നില്ല, എല്ലാം നന്നായിട്ട് പോയി. പിന്നെ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവനെ എസ്റ്റിബേറ്റ് വെൻറ്റിലേറ്ററിലായിരുന്നു. അവനെ ആ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മീൻസ് അവന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവൻ്റെ റൈറ്റ് ലോവർ സൈഡിലുള്ള ലങ്ങിലോട്ട് എയർ എൻട്രി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഇവനെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നെ ആൻറ്റി ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി അന്ന് ഇവനെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി. പിന്നെ അവൻ്റെ ബാക്കി ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അവന് മെഡിസിൻ ഒന്നുമില്ല, എക്കോയൊക്കെ നോർമലാണ്. ഇപ്പം അവന് ഇനി 1 year ആയിട്ട് എക്കോ എടുത്താൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. ശരിക്കും മാതാവിനും വരായിരുന്നു നന്ദി. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ദിവ്യബലിയിൽ ദിവസവും പോയി പങ്കെടുക്കുവാൻ സാധിക്കുന്നുണ്ട്. ഒരു ദിവസം പോയില്ലെങ്കിൽ ശരിക്കും അതിൻ്റെ ഒരു മാനസികമായിട്ടൊരു വിഷമമായിരിക്കും. പിന്നെ 2 അല്ലെങ്കിൽ മാക്സിമം 3 ആഴ്ചയെങ്കിലും കൂടുമ്പോൾ കുമ്പസാരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഉടമ്പടി പത്രം കൊണ്ട്, കൃപാസന പത്രം കൊണ്ട് ആളുകളുടെ ഇടയിൽ കൊണ്ട് വിതരണം ചെയ്യാൻ പറ്റുന്നുണ്ട്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ആദ്യം തന്നെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്ക് നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പറയുന്നത്. എൻ്റെ പേര് ടീന, ഞാൻ UK നിന്നാണ് വരുന്നത്. ഇപ്പം വരുന്നത് വൈക്കത്ത് നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 7/6/2022 എൻ്റെ ആദ്യത്തെ സാക്ഷ്യമെന്ന് പറയുന്നത്, ആദ്യ ഉടമ്പടിയിൽ ഞാൻ എൻ്റെ 2ാമത്തെ നിയോഗമായി, ഞാനൊരു നേഴ്സാണ്, 2ാമത്തെ നിയോഗമായി ഒരു യൂറോപ്യൻ കൺട്രിയിൽ നേഴ്സായി വർക്ക് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. 2018 മുതൽ ഞാൻ അതിനായി പരിശ്രമിച്ചു. ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ പരിശുദ്ധി അമ്മ 2023 ജൂലൈ 3 എനിക്ക് UK കയറിപ്പോകാൻ സാധിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധി അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയുന്നു.
എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ എനിക്ക് ലഭിച്ച അനുഗ്രഹമാണ്. UK ചെന്നു. ആദ്യത്തെ 3 മാസം ഞങ്ങൾക്ക് ഫ്രീ അക്കോമഡേഷൻ ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ സ്വന്തമായി ഭവനം കണ്ടെത്തണം. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഭവനം കിട്ടി, എനിക്ക് മാത്രം കിട്ടുന്നില്ല. എല്ലാവരും എന്നോട് ചോദിച്ചു, എല്ലാവർക്കും കിട്ടി, നിനക്ക് മാത്രം എന്താ കിട്ടാത്തത്? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ മാതാവിനൊരു കത്ത് പോലെ എഴുതി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ഇങ്ങനെയാണ് അമ്മയ്ക്ക് എഴുതിയത്: അമ്മേ, എനിക്ക് രജിസ്ട്രേഷൻ കിട്ടാൻ 2-3 മാസം എടുക്കും, സാലറി ഒത്തിരി കുറവാണ്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് അഫോർഡബിൾ റെൻറ്റ് റേറ്റും ഞാൻ എഴുതി. 950 പൗണ്ടിൽ താഴെ കിട്ടാവുള്ളൂ, അതും ഫർണിഷ്ഡ് ഹൗസ് ആയിരിക്കണം. എനിക്ക് സാധനങ്ങൾ വാങ്ങാൻ എൻ്റെ കയ്യിൽ പൈസയില്ല. മാത്രമല്ല, ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയതിന് ശേഷം എനിക്ക് ഉടമ്പടിയിൽ നിൽക്കണം. അതുകൊണ്ട് എനിക്ക് പള്ളിക്കടുത്ത് വീട് വേണം. ഉൾപ്രദേശത്തേക്ക് കിട്ടരുതും, ബസ് സൗകര്യം ബുദ്ധിമുട്ടായിരിക്കും, തന്നെ പോകാൻ അറിയത്തില്ല. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളും കാത്തലിക് സ്കൂളായിരിക്കണം. ഇങ്ങനെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആദ്യത്തെ 2 മാസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയി. ഓരോ പ്രാവശ്യവും ഞാൻ വീടിന് ഓരോ അപ്പോയിൻമെൻറ്റുകൾ അയക്കും, എല്ലാം റിജക്ഷൻ. 3 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ ഒരാളെ വർക്ക് ചെയ്യുന്നുള്ളൂ. 2 പേർക്ക് സാലറി ഉണ്ടെങ്കിൽ അവർ വീട് തരത്തുള്ളൂ. രണ്ടാമത്തേത്, കുട്ടികളുള്ള ഫാമിലിക്ക് വീട് കൊടുത്താൽ വീട് നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അവർ വീട് തരത്തില്ല. മൂന്നാമത്തെ, സാലറി സ്ലിപ്പ് നോക്കും. സാലറി സ്ലിപ്പിൽ എൻ്റെ സാലറി കുറവാണ്. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് എല്ലാം റിജക്ഷൻ ചെയ്തു. ആകെ ഞാൻ അയച്ചതിൽ 11 വീടിനെ എനിക്ക് വ്യൂവിങ്ങിന് അപ്പോയിൻമെൻറ്റ് കിട്ടിയുള്ളൂ. അതിൽ 10 വീടും ഞാൻ എൻ്റെ സുഹൃത്തുക്കളെയാണ് അയച്ചത്. കാരണം എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന ദിവസം മുഴുവൻ എനിക്ക് ഡ്യൂട്ടി ആയിരിക്കും. 11ാമത്തെ വീട് പരിശുദ്ധ അമ്മയുടെ വലിയ കൃപയാൽ അന്ന് എനിക്ക് ഓഫായിരുന്നു. ഞാൻ തന്നെ പോയി. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, ഏജൻറ്റ് വീട് തുറന്ന് തരുന്നതിന് മുമ്പ് എനിക്ക് അവിടെ പോയി പ്രാർത്ഥിക്കണം. ഞാൻ അരമണിക്കൂർ മുമ്പ് തപ്പിപ്പിടിച്ച് സ്ഥലത്തെത്തി. ഞാൻ ആദ്യമേ ചെയ്തത്, ആരും കാണാതെ ചവിട്ടാത്തൊരു സ്ഥലത്ത് മാതാവിൻ്റെ ഉടമ്പടി ഉപ്പ് വിതറി വിശ്വാസപ്രമാണം ചൊല്ലി മുറുകെ പ്രാർത്ഥിച്ചു. ഓരോ വീടും കാണാൻ 50-60 പേര് ക്യൂ നിൽക്കുകയാണ്. ഓരോരുത്തർക്കും പല സമയങ്ങളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ ഒരു പ്രതീക്ഷയുമില്ല, പക്ഷേ എൻ്റെ വിശ്വാസം കൈവിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ എനിക്ക് മെയിൽ വരികയാണ്, നിനക്ക് വീട് തരാൻ ഞങ്ങൾക്ക് സമ്മതമാണ്. എൻ്റെ ടെനൻസി എഗ്രിമെൻറ്റ് വന്നു, ഒരു കുഴപ്പവുമില്ല. എനിക്ക് ഒരു സാധാരണ അവിടെ ഡിപ്പോസിറ്റ് പൈസ അടയ്ക്കണം. എന്നോട് പറഞ്ഞു, ഡിപ്പോസിറ്റ് വേണ്ട, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അടച്ചാൽ മതി. ഇതൊന്നുമില്ലാതെ വളരെ സന്തോഷത്തോടെ അവർ ഭവനം എനിക്ക് തന്നു. അങ്ങനെ 2 വർഷമായി ഞാനും എൻ്റെ കുടുംബവും സന്തോഷത്തോടെ ആ ഭവനത്തിൽ, അമ്മ തന്ന ഭവനത്തിൽ താമസിക്കുന്നു. എൻ്റെ 3ാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് ഉടമ്പടി ആരാധനയിൽ അച്ഛനിലൂടെ ലഭിച്ച ഒരു സന്ദേശത്തിൻ്റെ ഭാഗമാണ്. അതെന്ന് പറയുന്നത് 2024 നവംബറിൽ ഞാൻ UK യൂട്യൂബിൽ ആരാധന കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ 2 നിയോഗം 1 വർഷത്തിൽ കൂടുതലായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഉടമ്പടി ആരാധനയിൽ അച്ഛൻ ഇങ്ങനെയാണ് പറഞ്ഞത്: വർഷങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ഒച്ചുപോലെ എഴുതുന്ന കാര്യങ്ങളിൽ കർത്താവ് ഇടപെടുന്നു, നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുക. ഞാനത് ഉറച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് വേണ്ടിയാണ് അച്ഛൻ ആ വചനം സന്ദേശം തന്നത്. മുട്ടിമേ നിന്നു, മെഴുകുതിരി കത്തിച്ചു, ആരാധനയും ധ്യാനവും മുഴുവൻ കൂടി. അത്ഭുതമെന്ന് പറയട്ടെ, ഡിസംബറിൽ 2 നിയോഗം, ഒന്ന് എൻ്റെ മകൻ്റെ അഡ്മിഷനും, രണ്ടാമത്തേത് എനിക്ക് ഓസ്ട്രേലിയക്ക്, അവിടുത്തെ UK തണുപ്പ് എനിക്ക് പറ്റുന്നില്ല, അപ്പോൾ ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിരുന്നു എൻ്റെ ആഗ്രഹം. പേപ്പറുകൾ പലതും സബ്മിറ്റ് ചെയ്യും, ഒന്നും മുന്നോട്ട് നീങ്ങുന്നില്ല. അങ്ങനെ ഡിസംബർ മാസത്തിൽ ഈ 2 കാര്യവും പരിശുദ്ധി അമ്മ സാധിച്ചു. അതിനെ ഈശോയ്ക്കും പരിശുദ്ധി അമ്മയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ അടുത്ത സാക്ഷ്യമെന്ന് പറയുന്നത് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റിൽ ലഭിച്ചതാണ്. അതിലും ഞാൻ 2 നിയോഗങ്ങൾ വെച്ചു. 2025 ജൂലൈ 3-നാണ് ഞാൻ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട്. ഒന്ന് ഹസ്ബൻഡ് ഡ്രൈവിംഗ് ടെസ്റ്റിനും, രണ്ടാമത്തേത് ആപ്ലിക്കേഷൻ ഓസ്ട്രേലിയയിൽ സബ്മിറ്റ് ചെയ്തെങ്കിലും എല്ലാവർക്കും രജിസ്ട്രേഷൻ കിട്ടി, എൻ്റെ മാത്രം വരുന്നില്ല. ജൂലൈ 3 കടമുള്ള ദിവസം ഞാൻ പതിവ് പോലെ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. വീട്ടിൽ വന്നപ്പോൾ മനസ്സിൽ പറഞ്ഞു, ലൈറ്റിൽ ക്യാൻ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ 8:30 എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു, എനിക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടി. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഇനി ഞാൻ എൻ്റെ
പ്രേക്ഷിത പ്രവർത്തനം കാരുണ്യ പ്രവർത്തികളുമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. UK-യിലായത് കാരണം നമുക്ക് ഇവിടുത്തെ കൂട്ട് ഫുഡ് ഉണ്ടാക്കി ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഫുഡ് ബാങ്കുകളിൽ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് ഭക്ഷണം പോലും കിട്ടാതെ വിഷമിക്കുന്ന. അവർക്ക് എനിക്ക് കിട്ടുന്ന സാലറിയിൽ ഞാൻ കുറച്ച് പൈസ അതിനായി മാറ്റി വെച്ച് ഫുഡ് ബാങ്കുകളിൽ ഫുഡ് മേടിച്ച് കൊടുക്കും. അതുപോലെ തന്നെ ചാരിറ്റികളിൽ ഡ്രസ്സ് ഇടാൻ പോലും തണുപ്പത്ത്, പ്രത്യേകിച്ച് വിൻ്റർ സീസണിൽ തണുത്ത് വിറച്ച് ഇരിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അവർക്ക് ജാക്കറ്റും മറ്റ് വസ്ത്രങ്ങളുമായിട്ട് ഞാനങ്ങനെ ചാരിറ്റിയിൽ കുറേ ഡ്രസ്സുകൾ ഡൊണേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അവിടെ കൃപാസനം പത്രം അധികം കിട്ടത്തില്ല. ആരെങ്കിലും തന്നാൽ ഒരെണ്ണം കൂടി എക്സ്ട്രാ ചോദിക്കും. എന്നിട്ട് വായിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രം അത് കൊടുക്കും ഞാൻ. അതുപോലെ തന്നെ അച്ഛൻ ആരാധനയിൽ എപ്പോഴും പറയും, ജപമാല എന്ന് പറയുന്നത് രക്ഷാകര ദൗത്യത്തിനായിട്ട് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് നൽകിയ പ്രാർത്ഥനയാണ്. ആ ആരാധന കൂടി അന്ന് മുതൽ ജപമാല എനിക്ക് മുടങ്ങാതെ ചെല്ലാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതലായി പ്രാർത്ഥിക്കുവാനും ജപമാലയുടെ മഹത്വവും അതിൻ്റെ ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളും എല്ലാം എനിക്ക് കൂടുതലായിട്ട് ഈ ആരാധനയിലൂടെ എനിക്ക് അറിയാൻ സാധിച്ചു. ഇത്രയും തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു.